ഇതും ഇക്കായും എല്ലാം പോയി കഴിയുമ്പോഴേ എൻ്റെ അടുക്കള ഇറക്കുന്ന കോലം കണ്ടോ. പിന്നെ നേരെ ദാണ്ട് അടുക്കളയിൽ വന്ന് പാത്രം എല്ലാം കഴുകി വൃത്തിയാക്കാമെന്ന് കരുതി. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള അടുത്ത യുദ്ധം തുടങ്ങാനായിട്ട് കേട്ടോ. അങ്ങനെ അതും എല്ലാം കഴുകുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഉണങ്ങാനുള്ള തുണികളെല്ലാം ഞാൻ കൊണ്ട് ചെന്നങ്ങ് പുറത്ത് പറക്കിയിട്ട് കേട്ടോ. അപ്പോൾ 2 ദിവസം കൊണ്ട് മഴ ആയതുകൊണ്ട് തന്നെ തുണിയൊക്കെ ഒരുപാട് കഴുകാനും ഉണങ്ങാനും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഒരു അടുത്ത സെക്ഷൻ ദാണ്ട് മെഷീനകത്തോട്ട് ഇടുകയാണ് കേട്ടോ. ഈ മെഷീൻ ഉണ്ടായതുകൊണ്ട് എൻ്റെ പൊന്നോ പെട്ടെന്ന് തുണിയെല്ലാം ഉണക്കിയെടുക്കാം. പാത്രം കഴുകുന്ന ഒരു മെഷീനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. അങ്ങനെ നേരെ അടുക്കളയിൽ വന്നതാണ്ട് അരിയൊക്കെ അരിച്ചെടുത്ത് നമ്മൾ റൈസ് കുക്കറിനകത്തായിട്ടങ്ങ് വയ്ക്കുമ്പോഴത്തേക്ക് നമ്മളെ ചോറൊക്കെ അങ്ങ് റെഡിയായി കിട്ടും. പിന്നെ ദാണ്ടേ മീൻ കാത്തു നിന്ന് മീൻ വാങ്ങാൻ പോയപ്പോഴും ഒടുക്കത്തെ വില. പിന്നെ കിട്ടിയ മീനും എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് ഒരു തേങ്ങ അരച്ചങ്ങ് വെക്കാമെന്ന് കരുതി. പിന്നെ കുറച്ച് ബീൻസ് ഉണ്ടായിരുന്നു, അതെടുത്തൊരു തോരനും ആക്കാമെന്ന് കരുതി. പിന്നെ മാങ്ങയിട്ട് തേങ്ങ അരച്ച് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അങ്ങനെ ഞാൻ ആ കിട്ടിയ മീനെല്ലാം വൃത്തിയാക്കി എടുത്ത് അതങ്ങ് ചെയ്തു. പിന്നെ ഞാൻ ദാണ്ടേ ചോറ് കഴിക്കാനായിരുന്നു. പിന്നെ എനിക്കൊരു കൊതിക്കൊരു മുട്ടയും കൂടെ പൊരിച്ച് തിന്നു കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ ആണെന്ന് കൂട്ടുകാർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.